ഗുയിസ്, ഇവിടെ നല്ല മഴയാണ് ഗുയിസ്. നമസ്കാരം ഗൈസ്, ഡേ 14 ഓഫ് നമ്മുടെ ട്രേഡിംഗ് ചാലഞ്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സൈക്കിളിലെ റൂട്ടൊക്കെ നൈസായിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ വീടും ആ കടലാസ് പൂവൊക്കെ കണ്ടപ്പോൾ കുറച്ച് വിഷ്വൽസ് എടുത്തിട്ട് ഞാൻ നേരെ നമ്മുടെ സൈക്ലിങ്ങിന് വെച്ച് പിടിച്ചു. ഇന്ന് ഞാൻ ഹൈവേ ആണ് റൂട്ടാക്കിയിട്ടുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഹൈവേ കൂടെ സൈക്കിൾ ചെയ്യാൻ നല്ല സുഖമാണ്. കയറ്റിറക്കൊന്നും ഇല്ലല്ലോ, ഒരേപോലെ. രാവിലെ തന്നെ എണീറ്റിട്ട് ഈ സൈക്ലിങ്ങിനും വാക്കിങ്ങിനൊക്കെ പോകുമ്പോൾ കുറേ പോസിറ്റീവ് കാര്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ കുറച്ച് നേരത്തെ എണീറ്റിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്ക്. ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് ആ ഡേക്കുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ കുറേ പേര് ജോഗിങ്ങിനും വാക്കിങ്ങിനൊക്കെ ഉണ്ട്. നല്ല കാര്യം. ഈ ഫാറ്റൊക്കെ പിടിച്ച് കൊളസ്ട്രോൾ വന്ന് പടാവണേക്കാളും മുന്നേ കുറച്ച് എക്സസൈസൊക്കെ ചെയ്യുന്നത് നല്ലത് തന്നെ. അങ്ങനെ അപ്പും ഡൗൺ ആയിട്ട് ഞാൻ ഏകദേശം ഒരു 5 കിലോമീറ്റർ നിന്ന് സൈക്കിൾ ചെയ്തിട്ടുണ്ട്, ധാരാളം. അങ്ങനെ ഞാൻ നേരെ സൈക്കിൾ ചെയ്ത് നമ്മുടെ കുടുംബത്തെ എത്തിക്കഴിയുമ്പോൾ ആദ്യം ചെയ്യുന്ന കാര്യം ഇപ്പോൾ പേപ്പർ വായനയാണ്. അങ്ങനെ പേപ്പറൊക്കെ പോയി എടുത്ത് അതിൻ്റെ ഫ്രണ്ട് പേജും ബാക്ക് പേജൊക്കെ നോക്കി ഇനി സ്വസ്ഥമായിട്ട് ഇരുന്ന് വായിക്കാൻ ഒരു സ്പോട്ട് കണ്ടെത്തണം. അങ്ങനെ ഒരു സ്പോട്ട് കണ്ടെത്തി ഞാൻ പേപ്പർ വായന പതിയെ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ ഞാൻ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡും ബിസിനസ് റിലേറ്റഡുമായിട്ടുള്ള ന്യൂസാണ് കൂടുതലും ശ്രദ്ധിക്കാറ്. ഇപ്പോൾ അമേരിക്കൻ ഇലക്ഷനൊക്കെ നമ്മുടെ സ്റ്റോക്കിനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പേപ്പർ വായനയൊക്കെ കഴിഞ്ഞ് ആ കിളിനാഥൊക്കെ കേട്ട് 5 മിനിറ്റ് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് അവിടെ ഇരുന്നു. അങ്ങനെ ഞാൻ നേരെ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ നമ്മുടെ റംബൂട്ടാൻ മരത്തിൻ്റെ ഉള്ളിൽ കൂടെ വരുന്ന സൺറൈസ് കാണാൻ അടിപൊളിയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കൂലിയൊക്കെ പാസ്സാക്കി നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ഇന്ന് 2 ബുൾസയും പാലായിരുന്നു ഗൈസ് ബ്രേക്ക്ഫാസ്റ്റ്. അതെ, ബുൾസയൊക്കെ കഴിക്കാറുണ്ട് ഞാൻ. ഡയറ്റ് സ്റ്റാർട്ടാക്കണം എന്ന് എല്ലാ ദിവസവും പ്ലാൻ ഉണ്ടെങ്കിലും അത് പാളി പോവും. അപ്പോൾ രാവിലത്തെ എന്തായാലും നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള 2 ബുൾസൈ കഴിച്ച് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഗുഷാലാക്കിയിട്ടുണ്ട്. അങ്ങനെ ബുൾസൈയൊക്കെ തട്ടി നല്ല ഹോർലിക്സ് കുടിച്ച് നല്ല എനർജി, അതന്നെ നല്ല എനർജിയോടെ ഇന്നത്തെ ട്രേഡിങ്ങിന് ഇറങ്ങി. ഇന്നപ്പോൾ ഞാൻ നേരെ നമ്മുടെ ട്രേഡിങ്ങിൻ്റെ ഓഫീസിലേക്കല്ല പോകുന്നത്, പകരം വേറൊരു ഡെസ്റ്റിനേഷനിലേക്കാണ് പോകുന്നത്. സൂമിൻ്റെ ട്രേഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇനി എനിക്ക് എവിടെ ഇരുന്നിട്ടായാലും വിത്ത് സൂമിൻ്റെ ഹെൽപ്പോടെ ട്രേഡ് ചെയ്യാൻ പറ്റും. അത് അടിപൊളിയാണ്. സോ ഇന്നത്തെ എൻ്റെ പരിപാടി നടക്കും, എൻ്റെ ട്രേഡിങ് നടക്കും. അങ്ങനെ ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ, തൃപ്പേക്കുളം പാലസ്. എന്തോരം പേർക്ക് അറിയുമെന്നറിയില്ല. ജസ്റ്റ് യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്ലേസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. നല്ല കിടിലം ഷാപ്പാണ്. ഇവിടെ വെള്ളം അടിക്കാനല്ല നമ്മൾ വന്നേക്കണം, ഇവിടുത്തെ കറികൾ അത് പൊളിയാണ്. ഞങ്ങൾ നല്ല കപ്പ മീൻകറി, ക്രാബ്, ചിക്കൻ റോസ്റ്റ്, മീൻ വറുത്തത്, ബ്രാല്, അപ്പം, പത്തിരി, ഇതൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞത്. കുറച്ച് പേരല്ലേ ഉള്ളൂ. അങ്ങനെ അതിൻ്റെ കൂടെ ഞാൻ നമ്മുടെ ട്രേഡിങ് കൂടി എടുത്തു. അപ്പോൾ ഇന്നെടുത്ത് ഞാൻ ട്രേഡ് എന്ന് പറയുന്നത് നിഫ്റ്റിയിൽ 2450 പുട്ടാണ് ഞാൻ എടുത്തത്. ഞാൻ 2 ലോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ്. അറൗണ്ട് 183യിലാണ് ഞാനിന്ന് ബൈ ചെയ്തത്. അപ്പോൾ എനിക്ക് ഇന്ന് ചിലവായ പൈസ എന്ന് പറയുന്നത് 183 × 50, അതായത് 9150 രൂപ. എടുത്ത വക ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, SL ഇടണം. സോ നിഫ്റ്റിയിൽ എപ്പോഴും 20 പോയിൻറ്റ്സ് ബിലോ ആണ് നമ്മൾ നമ്മുടെ SL ഇടേണ്ടത്. അതായത് മേടിച്ചത് 183 ആണെങ്കിൽ -20, അതാണ് നമ്മുടെ SL. അങ്ങനെ SL ഒക്കെ കീപ്പ് ചെയ്ത് ഞാൻ അവിടെ ഹോൾഡ് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്നു. കാരണം ഒറ്റ ട്രേഡ് എടുക്കുമെന്നുണ്ടെങ്കിൽ അതിനെ കോൺഫിഡൻ്റ് ആയിട്ട് വെച്ച് നമ്മളവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ മെയിൻ തിങ്. ആകെയുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് ഡെസ്റ്റിനേഷൻ ട്രേഡ് ആയതുകൊണ്ട് നെറ്റോ വൈഫൈയോ കട്ടാകൊണ്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ട്രേഡിങ്ങിൻ്റെ സംഭവമൊക്കെ എടുത്ത് ഞാൻ SL ഒക്കെ ഇട്ട് നൈസായിട്ട് മാറ്റി വെച്ചിട്ട് ഫുഡ് അടി മെയിനായിട്ട് ശ്രദ്ധിച്ചു. അല്ലെങ്കിൽ അവർ തരില്ലെന്നേ, ഫുള്ള് തിന്നു തീർക്കും. അത് നമുക്ക് നഷ്ടമാണല്ലോ. അപ്പോൾ ഇത് നല്ലൊരു 40 പോയിൻറ്റ്സ് ഗെയിൻ പ്രതീക്ഷിച്ച് ഞാൻ അവിടെ ഫോൺ വെച്ചിട്ട് നമ്മുടെ ഫുഡ് അടിയിലേക്ക് തിരിഞ്ഞു. എന്തായാലും നല്ലൊരു ഗെയിൻ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. പിന്നെ നമ്മുടെ സൂം മീറ്റിൽ ഇന്ന് ഏകദേശം 10-20 പേര് ഉണ്ടായിരുന്നു. അതും ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളെ വിശ്വസിച്ചും നമ്മുടെ വീഡിയോസും കണ്ടും വന്ന ഒരുപാട് പേര് അതിലുണ്ട്. അവർക്ക് ഞാൻ ഒരു ഉറപ്പ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇതിലൊരു നല്ല പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് 100% ഗ്യാരണ്ടി ഉണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു സ്ട്രാറ്റജി ആണെങ്കിലും അതൊരു 50% ആണ് നമ്മുടെ മാർക്കറ്റിൽ സക്സസ്ഫുൾ ആവാനേ ചാൻസ് ഉള്ളൂ. സോ നമുക്ക് കിട്ടുന്ന ഗെയിൻ എപ്പോഴും മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് SL കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി ട്രേഡറായിട്ട് മാറുമെന്ന് എനിക്ക് ഗ്യാരണ്ടിയാണ്. അങ്ങനെ 2 ലോട്ട് എടുത്ത് ഞാൻ 1 ലോട്ടിൽ നിന്ന് നൈസായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ 1 ലോട്ട് വീണ്ടും നമ്മുടെ SL ഒക്കെ കീപ്പ് ചെയ്ത് ഞാൻ വീണ്ടും ട്രയൽ ചെയ്യാൻ വേണ്ടിയിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ ഫുഡ് അടി നൈസായിട്ട് നടക്കുന്നുണ്ട്. ബാക്കി നിങ്ങൾക്ക് കണ്ട് മനസ്സിലാവും.
നമ്മൾ എടുത്തപ്പോൾ നിഫ്റ്റി 183 ആണെങ്കിൽ ഇപ്പോൾ ഏകദേശം 218 217 റേഞ്ച് ആയിട്ടുണ്ട്. മാഷും ഇത് അവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, നമ്മളോട് സൂമിൽ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അധികം റിസ്ക് എടുക്കാൻ നിന്നില്ല. 40 പോയിൻറ്റ്സ് എന്തായാലും ഗെയിൻ ഉണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാലൻസ് ലോട്ടും ഞാൻ സെല്ല് ചെയ്തിട്ട് ഇന്നത്തെ എൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1452 രൂപയാണ്. പയ്യാത്ത കൊച്ച ഒരു കുപ്പി കള്ളു പിടിച്ച പിടിക്കും, കാല് നിക്കണം നിലത്ത്. അങ്ങനെ നല്ലൊരു പോസിറ്റീവ് ട്രേഡും നല്ല ഫുഡൊക്കെ അടിച്ചു കഴിഞ്ഞ് ഞങ്ങൾ നൈസായിട്ട് ചെറിയൊരു റൈഡിന് ഇറങ്ങി. ഇവിടെ അടുത്ത് തന്നെ ചൊക്കന എന്ന് പറഞ്ഞ സ്പോട്ടാണ്. ഇവിടേക്കും എന്തോരം പേര് വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇതും ഒരു നൈസ് സ്പോട്ടാണ്. രാത്രി ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ. പക്ഷെ നല്ല മഴ ചെയ്തുകൊണ്ട് കോടൊക്കെ ഇറങ്ങി നല്ലൊരു മൂന്നാറ് വൈബാണ് എനിക്കവിടെ കിട്ടിയത്. മഴയൊന്നും ഞാൻ നോക്കിയില്ല. ഞാനും സൂസും കൂടി പുറത്തിറങ്ങി ആ വിഷ്വൽസൊക്കെ ക്യാപ്ചർ ചെയ്ത് നല്ല ഹാപ്പി മൂഡിൽ നിന്നു. അത്യാവശ്യം നനഞ്ഞ് കുളിച്ചുവെങ്കിലും അത് കാര്യമാക്കിയില്ല. ഇതൊക്കെ ഒരു രസമല്ലേ, നമ്മൾ പിള്ളേർ സെറ്റ് ഇങ്ങനെ പുറത്തിറങ്ങണ ദിവസം. കാറിൻ്റെ അകത്ത് കയറിയപ്പോൾ നൈസായിട്ട് കുറേ വെള്ളം കയറി. അപ്പോൾ ഓണർ എന്ന് ചുമച്ചെങ്കിലും ഞങ്ങളപ്പം തന്നെ തുണിയെടുത്ത് അതൊക്കെ തുടച്ചു കൊടുത്തിട്ടുണ്ട്. എന്തായാലേ ഗൈസ്, അങ്ങനെ നമ്മുടെ സ്പോട്ട് എത്തിയപ്പോൾ ഭാഗ്യത്തിന് മഴ മാറിയുണ്ടായി. അതെന്തായാലും ഭാഗ്യമായി, അല്ലെങ്കിൽ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ലായിരുന്നു. ഇവിടെ ഒന്നും അധികം വെള്ളം ഉണ്ടാവാറില്ല. ഓഫ് റോഡ് വണ്ടികളും നമുക്ക് ക്രോസ് ചെയ്ത് പോകാനൊക്കെ സാധിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ 2 ദിവസത്തെ മഴ കാരണം ഇപ്പോൾ അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും വന്നാലേ കുറച്ച് സ്നാപ്പൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പുറത്ത് കണ്ട 2-3 പിള്ളേർ ചൂണ്ടിടുന്നുണ്ട്. വെല്ലം കിട്ടിയാണാവോ? ആ കമ്പിമേ 6 കല്ലുകൊണ്ട് കൊള്ളിക്കണം. അതാണ് ചലഞ്ച്. ചലഞ്ച് ഓക്കെ ഓക്കെ. 2 മിസ്സായി, 3 മിസ്സായി. 5 പോയി. ലാസ്റ്റ് ഫൈനൽ. മുഞ്ചി 2 3 4 5 ലാസ്റ്റ് വൈ കൊള്ളിക്ക്. ഒന്നും പാളി, 2 പാളി, 3 പാളി. ഞങ്ങൾ ഒറ്റണത്തിന് ഒന്നില്ലെന്ന് എനിക്ക് ഇതോടെ മനസ്സിലായി. അങ്ങനെ ഞാൻ നൈസായിട്ട് എല്ലാവരോടും സ്കൂട്ടാവാന്ന് പറഞ്ഞു. ഇതാണ് റിട്ടേൺ പോകുന്ന വഴി. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഫുള്ള് പച്ചപ്പാണ് ഈ നാടിൻ്റെ പ്രത്യേകത. എപ്പോഴും ആനയും വന്യജീവി മൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. അങ്ങനെ ഇന്നത്തെ ഡേ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു വ്ളോഗ്സിന് വേണ്ടി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണേ. അപ്പോൾ ശരി.